മൺതരി തൊട്ടു മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കും. പിഞ്ചോമനകൾ കമൃതം പകരും സഞ്ചിത സംസ്കൃതി ഹരിത വിദ്യാലയം 4.0. നമസ്കാരം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ മികവുകൾ പങ്കുവയ്ക്കുന്ന വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ കൈറ്റ് ഹരിത വിദ്യാലയം 4.0യിലേക്ക് ഏവർക്കും സ്വാഗതം. അവധിക്കാലത്ത് പുസ്തകങ്ങളെ കുട്ടികളുടെ അരികിലേക്ക് എത്തിക്കുന്ന പുസ്തക വണ്ടിയുള്ള പട്ടത്താനം ഗവൺമെന്റ് SNDP UP സ്കൂൾ സമൂഹ നന്മയ്ക്കായി വായനാ കോഡ് ഒരുക്കി മികച്ച വായനക്കാരന് ലൈബ്രറി അവാർഡ് നൽകുന്നു. തണ്ണീർത്തട സംരക്ഷണത്തിൽ പങ്കാളികളാകുന്ന കുട്ടികൾ കലാ കായിക ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിലെല്ലാം വിജയ കിരീടം അണിയുന്ന ഈ വിദ്യാലയത്തെ പറ്റി കൂടുതൽ അറിയാം. നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം പട്ടത്താനം ഗവൺമെന്റ് SNDP UPS. പരിചയപ്പെടാം കൈറ്റ് ഹരിത വിദ്യാലയത്തിലെത്തിയ നമ്മുടെ അതിഥികളോട് സംവദിക്കുന്ന പ്രിയപ്പെട്ട മെന്റർമാരെ. ഡോക്ടർ ഷാനവാസ്, ഡോക്ടർ പീയൂഷ് ആന്റണി, ഡോക്ടർ നാരായണനുണ്ണി. പ്രിയപ്പെട്ട മെന്റേഴ്സിന് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഈ അതിഥികള് കൈറ്റ് വിക്ടേഴ്സിന്റെ ക്യാമ്പസിലെത്തിയപ്പോൾ ഇവിടെ ആഘോഷമായിരുന്നു. കളിയും ചിരിയും ഉല്ലാസവും ഒക്കെ നിറയുന്ന ആ ആഘോഷ കാഴ്ചകൾ, സന്തോഷ കാഴ്ചകൾ നമുക്ക് കാണാം. ആസ്താം താവദിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയി ശയ്യാജ സാംവത്സരി. ജവൻ കാട്ടിലെ കിളിമകളെ നിങ്ങൾ പട്ടത്താനത്തുനിന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? എനിക്ക് നിങ്ങളുടെ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ശാസ്ത്ര ലാബിൻ്റെ പേരാ. എന്താ നിങ്ങളുടെ ശാസ്ത്ര ലാബിന് പേര് കൊടുത്തിരിക്കുന്നത്? CV രാമൻ ബ്ലോക്ക്. CV രാമൻ്റെ മുഴുവൻ പേരറിയാമോ? നോക്കണേ. അദ്ദേഹത്തെ പറ്റി ഒരു 2 വാക്ക് ആരെങ്കിലുമൊക്കെ പറയാമോ? എന്താ നിങ്ങൾ ആ ശാസ്ത്ര ലാബിന് ആ പേര് കൊടുത്തതെന്ന് പറയാമോ? 4ാം ക്ലാസ്സുകാരൻ പറയൂ, മോൻ പറയൂ. ഭൗതിക ശാസ്ത്രത്തിൽ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന കണ്ടുപിടുത്തം നടത്തിയ ശാസ്ത്രജ്ഞനാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് എന്ത് വലിയൊരു സമ്മാനം കിട്ടിയിട്ടില്ലേ? നൊബേൽ പ്രൈസ്. കറക്റ്റ്. യോ വെരി ഗുഡ്. വീഡിയോ കൂടി കണ്ടിട്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഞാൻ നിങ്ങളുടെ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. നമുക്കിനി ബാക്കി കാര്യങ്ങൾ കേൾക്കാം. അഷ്ടമുടിക്കായലിനെ ഹൃദയത്തിലേറ്റിയ അറബിക്കടലിന്റെ രാജകുമാരൻ കൊല്ലം നഗരഹൃദയത്തിൽ 80ന്റെ നിറവിൽ പ്രശോഭിക്കുന്ന പട്ടത്താനം ഗവൺമെന്റ് SNDP UP സ്കൂൾ ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിൽ ആരംഭിച്ച് 1948 സർക്കാർ ഏറ്റെടുത്തു. 5 ഭാഷകളിൽ നടത്തുന്ന സ്കൂൾ അസംബ്ലി, മണലെഴുത്തു മുതൽ AI റോബോട്ട് വരെ ക്രമീകരിച്ചിരിക്കുന്ന പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം, അന്വേഷണാത്മക പഠനം കാഴ്ചവെക്കുന്ന സ്മാർട്ട് ക്ലാസ് മുറികൾ, ബാഗ് രഹിത 1ാം ക്ലാസ്, ശാസ്ത്ര ലാബുകൾ, IT, ഭാഷാ ലാബുകൾ, കുട്ടികളുടെ റേഡിയോ ശബ്ദസുരഭി എന്നിവ മികവാർന്നു നിൽക്കുന്നു.
വായനയുടെ മധുരം നുകരാൻ 5000-ത്തിലധികം പുസ്തകങ്ങളുള്ള സ്കൂൾ ലൈബ്രറി, വായനപ്പുരയിലൂടെ വായനയുടെ ലഹരി ആസ്വദിക്കുന്ന രക്ഷിതാക്കൾ, ഇതളുകൾ കവിതാ പുസ്തകം, മാഗസീൻ, ഓർമ്മ പുസ്തകം, അക്ഷരമുറ്റം സ്കൂൾ പത്രം, സ്കൂൾ കലണ്ടറുകൾ, അവധിക്കാലത്തും പുസ്തകങ്ങളെ കുട്ടികളുടെ അരികിലേക്ക് എത്തിക്കുന്ന പുസ്തകവണ്ടി, ക്ലാസ് ലൈബ്രറികൾ, ഓരോ വർഷവും മികച്ച വായനക്കാർക്ക് നൽകുന്ന ലൈബ്രറി അവാർഡ്, സമൂഹ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് വായന സമൂഹത്തിലേക്ക് എത്തിക്കാൻ പുസ്തകക്കൂട്, വായനയിൽ നിന്നുമുള്ള വിവിധ ആവിഷ്കാരങ്ങൾ എന്നിവ വായനയുടെ മഹാത്മ്യം എടുത്തുകാട്ടുന്നു. വിഷരഹിത പച്ചക്കറി തോട്ടത്തിൽ നിന്നുള്ള വിളകൾ പോഷക സമൃദ്ധമായ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. ഉൾച്ചേരൽ വിദ്യാഭ്യാസത്തിലൂന്നിയ ബോധവൽക്കരണ ക്ലാസുകൾ, സ്കൂളിലെത്താൻ കഴിയാത്ത കൂട്ടുകാർക്ക് ഇടയ്ക്കിടെ നൽകുന്ന സൗഹൃദ സന്ദർശനം, അമ്മമാർക്ക് സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും പകർന്നു നൽകുന്ന തൊഴിൽ പരിശീലനങ്ങൾ, മാതൃസമിതി തയ്യാറാക്കിയ തുണിസഞ്ചികൾ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യൽ എന്നിവ പ്രധാന പൊതുപ്രവർത്തനങ്ങളാണ്. കലോത്സവം, ശാസ്ത്രോത്സവം എന്നിവയ്ക്ക് നൽകുന്ന ചിട്ടയായ പരിശീലനങ്ങൾ, കായികം, കരാട്ടെ, റോളർ സ്കേറ്റിംഗ്, കളരി, ചെസ്, കാരംസ് തുടങ്ങിയവയ്ക്കുള്ള പരിശീലനങ്ങൾ എന്നിവയും നൽകുന്നു. ജൂനിയർ റെഡ് ക്രോസ്, ആരോഗ്യ ക്ലബ്, സീഡ് നല്ലപാഠം, പരിസ്ഥിതി ക്ലബ്ബുകൾ എന്നിവ ജാഗരൂകരായി നടപ്പിലാക്കുന്ന ആരോഗ്യ, ശുചിത്വ, സാമൂഹ്യ നന്മ പ്രവർത്തനങ്ങൾ, പ്ലാസ്റ്റിക്കിനെതിരെ പ്രകൃതിക്കൊപ്പം നടന്നും കാർഷിക സംസ്കൃതി കൈവരിച്ചും സമൂഹത്തിന് മാതൃകയായ കുട്ടി പരിസ്ഥിതി പ്രവർത്തകർ, പൊതുസ്ഥലങ്ങൾ ശുചീകരിച്ചും പൂച്ചെടികളാൽ മനോഹരമാക്കിയും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. കലാ, കായിക, ശാസ്ത്ര, പ്രവൃത്തി പരിചയമേളകൾക്ക് വർഷാവർഷങ്ങളായി നേടുന്ന ഓവറോൾ കിരീടങ്ങൾ, ക്വിസ് മത്സരങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സംസ്ഥാനതല അംഗീകാരങ്ങൾ എന്നിവ സബ് ജില്ലാ തലത്തിൽ ബെസ്റ്റ് സ്കൂൾ അവാർഡും നേടിത്തന്നു. നന്നായിട്ടില്ലേ നിങ്ങളുടെ വീഡിയോ? ഒത്തിരി കാര്യങ്ങളുണ്ടോ? ഞാൻ ചോദിച്ച സി വി രാമൻ ബ്ലോക്ക് ഞാൻ കണ്ടു. ഏതായാലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? ഇവിടെ വന്നിട്ട് കൈറ്റിൽ വന്നിട്ട് ആദ്യം ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോയില്ലേ, അത് നല്ലതായിരുന്നു. പിന്നെ ഇവിടുത്തെ നിങ്ങളെ കണ്ടപ്പോഴത്തേക്ക് കൊണ്ടുപോയപ്പോ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആവാൻ പറ്റി അവിടെ നിന്ന്. ഇവിടെ വന്നപ്പോഴും നിങ്ങളെയൊക്കെ കണ്ടപ്പോഴത്തേക്കും റിലാക്സ് ആയി. അവിടെ ആ ഗ്രൂമിങ് ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ? അപ്പോൾ ആ ഗ്രൂമിങ് ചെയ്തവരോട് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞേക്കാം, നിങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. നിങ്ങൾ വായനയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാ അല്ലേ? അവധിക്കാലത്ത് ഓടിച്ചിട്ട് പിടിച്ച് വായിപ്പിക്കുക ആൾക്കാരെ കൊണ്ടല്ലേ? എന്തൊക്കെ ആരാ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഇതിൽ? വായന ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരാണ്? എന്താ മോള് വായിച്ചിട്ടുള്ളത് ഇപ്പോൾ? ഞാൻ കാവ്യസൂര്യന്റെ യാത്ര എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചായിരുന്നു. അതിൽ ONV കുറുപ്പിന്റെ കാവ്യജീവിതമാണ്. അത് എഴുതിയത് ഗോപി നാരായണൻ. മോളത് മുഴുവൻ വായിച്ചു ആണോ? അതില് 4 പാഠം ഞാൻ വായിച്ചു. മോള് തന്നെത്താൻ വായിക്കും, അമ്മയുടെ അച്ഛൻ്റെ സഹായമില്ലാതെ? ആണോ? 1ാം ക്ലാസ്സിലാണെങ്കിലും മുഴുവൻ വായിക്കാൻ പറ്റുമോ അല്ലേ? അത് വളരെ നല്ല കാര്യമാണ്. മോളുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളും ഇങ്ങനെയൊക്കെ വായിക്കുമോ? ചില കുട്ടികളൊക്കെ നല്ലപോലെ വായിക്കും, ചില കുട്ടികൾ വായിക്കില്ല അല്ലേ? അവരെയും വായിക്കാൻ പ്രോത്സാഹിപ്പിച്ചാൽ മതി. എന്താ മോൻ വായിക്കുന്നത്? ഹാരി പോട്ടർ. ഹാരി പോട്ടർ ഇംഗ്ലീഷിൽ വായിക്കും. ഹാരി പോട്ടർ എല്ലാം വായിച്ചു തീർത്തോ? ഒരെണ്ണം തന്നെ. ഏതാ വായിച്ചത്? ഫിലോസഫർ സ്റ്റോൺ. അത് നല്ല നല്ല പഞ്ച് ഡയലോഗൊക്കെ ഉണ്ടല്ലേ? മോനും വായനക്കാരനല്ലേ? മോൻ ഇംഗ്ലീഷാണോ മലയാളമാണോ വായിക്കുന്നത്? ഇംഗ്ലീഷും മലയാളം വായിക്കും. അപ്പൊ രണ്ടും പറഞ്ഞു. രണ്ടിലും ഏതാ വായിക്കുന്നത്? ഞാൻ ആനവാരിയും പൊൻകുരിശു എന്ന കഥ വായിച്ചിട്ടുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. പിന്നെ ഇംഗ്ലീഷില് ഞാനിപ്പോ ജോഹന്നാസ് പൈരി എഴുതിയ ഹൈദി എന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനും വായനിക്കാനല്ലേ പറഞ്ഞേ? ഞാൻ എനിറ്റ് ബ്ലിട്ടൺ എഴുതിയ സീക്രട്ട് 7 എന്ന ഈ പുസ്തകം. അതൊക്കെ ഇപ്പോഴും പിള്ളേർ വായിക്കുന്നുണ്ടോ? ഫേമസ് 5 സീക്രട്ട് 7 ഒക്കെ ഞാൻ വിചാരിച്ചു ഇപ്പൊ പിള്ളേരൊന്നും വായിക്കത്തില്ല എന്ന് വിചാരിച്ചു. അത് ശരി. എനിറ്റ് ബ്ലിട്ടൺ വായിച്ച മോളോ? സ്ഥലത്തെ പ്രധാന ദിവ്യൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവൽ ആണോ? അതല്ലേ നിങ്ങളുടെ അവിടെ ബഷീറിന്റെ കളക്ഷൻ ആണോ കൂടുതൽ? ബഷീറിന്റെ കൃതികൾ വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് കൂടുതൽ അറിവ് വേണം. ഒരു പാഠപുസ്തകത്തിൽ എന്തെങ്കിലും കണ്ടു, അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ?
ഞങ്ങളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ചെവിയും കണ്ണും കാണാൻ പറ്റാത്തൊരു ചേച്ചിയുടെ പുസ്തകം ഉണ്ടായിരുന്നു. ആ. പേരെന്തായിരുന്നു? എന്താണ് ഏത്? ഹെലൻ കെല്ലർ. ആ എന്റെ ദൈവമേ, ഹെലൻ കല്ലറെ പറ്റിയാണോ ഈ പറഞ്ഞത്? വിശേഷണം. ഒരു ചേച്ചി ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ചേച്ചിയുടെ ഒരു പുസ്തകത്തിന് കുറച്ച് ഭാഗം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹെലൻ കെല്ലർ മലയാളം വിവർത്തനം ചെയ്തായിരുന്നു. ഒരു പാഠഭാഗം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കൂടുതൽ വായനയ്ക്ക് എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തരാറുണ്ടോ? ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം മലയാളം അടിസ്ഥാന പാഠാവലിയിൽ ടോമോയിലെ കായികമേള എന്ന് പറഞ്ഞൊരു പാഠം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ആ കഥ മുഴുവനായിട്ട് വായിക്കാൻ വേണ്ടി അതിനെ മുഴുവൻ പുസ്തകമായ ജനാലക്കരികിലെ വികൃതി കുട്ടി എന്ന് പറഞ്ഞ പുസ്തകം വായിക്കാൻ പറഞ്ഞു അല്ലേ? ആ അങ്ങനെ. അപ്പോൾ കുറച്ചു നേരമായി നമ്മളിങ്ങനെ വായനയെ കുറിച്ചല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് കേൾവി ഉണ്ടോ? കേൾക്കാൻ വല്ല സംവിധാനം ഉണ്ടോ നിങ്ങളുടെ സ്കൂളിൽ? ശബ്ദസുരഭി ഉണ്ട്. ശബ്ദസുരഭി, റേഡിയോ സുരഭി. റേഡിയോ. ഏതാ സുരഭിയാണത്? സ്കൂൾ റേഡിയോ ആണത്. അത് ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് അതിനു വേണ്ടി ഞങ്ങള് സമയം കൊടുക്കാം. 15 മിനിറ്റേ ഉള്ളൂ? 15 എല്ലാ ദിവസവും ഉണ്ട്. എന്തൊക്കെയാ അതിൽ പരിപാടി? അതില് നമ്മള് പാട്ട്, GK ക്വിസ്, പിന്നെ നമ്മുടെ ന്യൂസ്. അന്നത്തെ ദിവസം അസംബ്ലി ഇല്ലെങ്കിൽ ന്യൂസ് നമ്മൾ അതിനകത്ത് വായിക്കും. പിന്നെ കവി പരിചയം, അതൊക്കെ നമ്മൾ അതിനകത്ത് വായിക്കും. റേഡിയോ സുരഭിയിൽ ഒരു പാട്ട് അവതരിപ്പിച്ചേ. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഏവർക്കും ഇന്നത്തെ ശബ്ദസുരഭിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ദക്ഷ. ഗവൺമെന്റ് SNDP UPS പട്ടത്താനം സ്കൂളിന് ഹരിത വിദ്യാലയത്തിലേക്ക് സെലക്ഷൻ കിട്ടി. ഇന്ന് അവർ തിരുവനന്തപുരം ജില്ലയിലെ ഓഡീഷന് വേണ്ടി പോയിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ ഗവൺമെന്റ് SNDP UPS പട്ടത്താനം. അല്ല, ഒരു പാട്ട് പാടാനല്ലേ പറഞ്ഞു? ഇത് പ്ലാൻ ചെയ്തതാണ്. ചെപ്പിൽ നിന്ന് ആദ്യമായി ഒരു ഗാനം ആസ്വദിച്ചാലോ? അവതരിപ്പിക്കുന്നത് ധ്യാൻ ജെ. പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ, പഞ്ചവടിയിലെ സീത പെണ്ണിനെ മഞ്ചലിലാട്ടി കഥ പറയൂ, മഞ്ചലിലാട്ടി കഥ പറയൂ. വളരെ നന്നായിട്ടുണ്ട്. ഭാവം. അപ്പൊ നമ്മളിപ്പോ വായിച്ചു, ഇപ്പൊ കേട്ടു. നിങ്ങളുടെ സ്കൂളിൽ എന്താ ഒരു പ്രത്യേക തരം എഴുത്തുണ്ടെന്നതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ? ഞങ്ങള് പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടി ഞങ്ങള് ഒരു ട്രെയില് മണലിട്ടിട്ട് അതിനകത്ത് പ്രീ പ്രൈമറി കുട്ടികളെ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കും. അപ്പൊ കൈ വേനിക്കില്ലേ മണലിങ്ങനെ എഴുതുമ്പോ? അപ്പൊ പിന്നെ എന്തിനാ വേദനിച്ചുകൊണ്ട് എഴുതണം? നല്ല പെന്നും പെൻസിലും ഒക്കെ ഉണ്ടാകുമ്പോ ഈ കുട്ടികളെ കൊണ്ട് ഈ മണലിൽ ഇങ്ങനെ എഴുതിച്ച കയ്യിഞ്ഞ് അഥവാ മുറിയോട്ട് ചെയ്യോ? എന്തിനാ മണ്ണ് ഇഷ്ടമായതുകൊണ്ടാണോ? അത് ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്ന കൊച്ചു കുട്ടികൾക്ക് മണ്ണിൽ കളിക്കാനും മണ്ണിൽ എഴുതി പഠിക്കാനും ഒക്കെയാണ് ഏറെ ആഗ്രഹം. അതുകൊണ്ട് ആദ്യം എൻട്രൻസിൽ തന്നെ നമ്മൾ പ്രവേശനോത്സവ സമയത്ത് നല്ല രീതിയിൽ അലങ്കരിച്ച് മണലെടുത്ത്. ആഗ്രഹം അവർക്ക് ശരിക്കും ഉണ്ടോ, അതോ നമ്മൾ നമ്മുടെ ഒരു വിശ്വാസപ്രകാരം ചെയ്യിക്കുകയാണോ? ശരിക്കും അവർക്ക് നല്ല ആഗ്രഹത്തിലാണ് അവര് മണ്ണിൽ അതിലെഴുതി പഠിക്കുന്നത്. അതെന്താ അവർക്ക് എന്താ അവർക്ക് ആഹ്ലാദം ഉണ്ടാവാൻ കാരണം? അവർക്ക് ഇഷ്ടം പോലെ അതിനകത്ത് കൈ വഴങ്ങി എഴുതി പഠിക്കാൻ പറ്റും. മണലല്ലാതെ നമ്മൾ എവിടെയൊക്കെ എഴുതും? പുസ്തകത്തിൽ എഴുതും. അതിന്റെ മുന്നേ ആദ്യം മണലിൽ എഴുതി എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളൊക്കെ ഹരിശ്രീ ഒക്കെ പണ്ട് എവിടെ എഴുതിയിട്ടുണ്ട്? മണലിൽ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? സ്ലേറ്റിൽ എഴുതും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വലുതായാലോ ബുക്കിൽ എഴുതും. ആദ്യം മണലിൽ എഴുതണേ, പിന്നെ സ്ലേറ്റിൽ എഴുതണേ, പിന്നെ പുസ്തകത്തിൽ എഴുതണേ. അതെന്തിനാന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അത് കുട്ടികളുടെ വളർച്ചയല്ലേ. അപ്പൊ അവർക്ക് കുഞ്ഞായിരിക്കുമ്പോൾ മണ്ണിൽ എഴുതാൻ തോന്നും. അപ്പൊ അങ്ങനെ ആ കുട്ടികളുടെ ആഗ്രഹത്തൊത്ത്, അവരുടെ പ്രായത്തിനൊത്ത ആഗ്രഹത്തൊത്താണ്. എന്താ ഈ പ്രായത്തിനനുസരിച്ച് ഇപ്പൊ ഈ വലിയ ഇപ്പോ എന്താ പുസ്തകത്തിൽ എഴുതിയാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ അതിനേക്കാൾ എന്ത് സൗകര്യമാണ് സ്ലേറ്റിൽ എഴുതുമ്പോ? ഇപ്പം കുട്ടികളല്ലേ, അവര് പഠിച്ചു വരികയാണ്. അപ്പൊ അവർക്ക് പല തെറ്റുകളും കാണും. ഇപ്പൊ നമ്മൾ മണ്ണിലും സ്ലേറ്റിലും എഴുതിയാ അപ്പൊ മായ്ച്ചു കളയാൻ കഴിയും. ഇപ്പൊ പഠിച്ചു വരുമ്പോഴത്തേക്ക് തെറ്റില്ലാതെ എഴുതാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. അപ്പോഴാണ് നമ്മൾ ആദ്യം പെൻസിൽ വെച്ച് എഴുതും ബുക്കില്, അത് കഴിഞ്ഞ് പിന്നെ പേന വെച്ച് എഴുതും. അങ്ങനെയാണ്. അപ്പൊ പേനയും പെൻസിലാകുമ്പോൾ നമുക്ക് മായ്ക്കാം കഴിയും. റബ്ബർ കൊണ്ട് മായ്ക്കാം. അപ്പൊ മണലിലാണെങ്കിൽ വെറുതെ എങ്ങനെയാണ് ചെയ്താൽ മതി. സ്ലേറ്റിലാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു വെള്ളം എന്തെങ്കിലും കൂട്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാധനം കൊണ്ട് മായ്ക്കേണ്ടി വരും. പെൻസിൽ കൊണ്ട് എഴുതിയാൽ എന്ത് ചെയ്യാം? റബ്ബർ കൊണ്ട് മായ്ക്കാം.
പെന്നോണ്ട് എഴുതിയാൽ എന്ത് ചെയ്യും? വായിക്കാൻ പറ്റത്തില്ല, നമ്മൾ വെട്ടിക്കളയേണ്ടി വരും. അല്ല, അപ്പൊ വേറെ സാധനല്ലേ ഇങ്ങനെ അങ്ങനെ സാധനം ഉണ്ട്. ഓക്കെ, എന്നാലും ഓരോ ഘട്ടം പക്ഷെ ഇപ്പോ അങ്ങനെ ഒന്നുമല്ലല്ലോ, വീണ്ടും എഴുത്ത് മാറിയില്ലേ? അപ്പൊ അതൊന്നും ഇല്ലാതെ നമുക്ക് എഴുതിക്കൂടെ? ഡിജിറ്റലായിട്ട് എഴുതാറുണ്ട്. ഡിജിറ്റലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അതിന് ഇത് എന്തെങ്കിലും പ്രയാസമുണ്ടോ വായിക്കാൻ? എന്തിനെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഫോണിൽ എഴുതാറുണ്ടോ? മെസ്സേജ് അയക്കാൻ. എങ്ങനെയാ മെസ്സേജ് അയക്കാറ്? നമ്മളിപ്പം ടൈപ്പ് ചെയ്ത് അയക്കാറുണ്ട്, പിന്നെ വോയിസ് ഇട്ട് അയക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുണ്ട് ഒരു എഴുത്ത്. ഏത് കൈ കൊണ്ട് തന്നെ എഴുതണമെന്നില്ല, നമ്മൾ പറഞ്ഞാൽ തന്നെ നമുക്ക് അത് എന്തായിട്ട് വരും? എഴുതി കിട്ടും, എഴുതായിട്ട് വരും. ഇനി ഇങ്ങനെ കൈ കൊണ്ട് എഴുതാറുണ്ടോ ഫോണില്? എന്തിലാ എഴുതാറും? വാട്സാപ്പിലോ എന്തിലാ എഴുതാറും? എന്താ എഴുതാ? എന്ത്? അതില് ഞാൻ എന്റെ അച്ഛന് തന്നെ ഞാൻ ചില മെസ്സേജുകൾ അയക്കാറുണ്ട്. അച്ഛന് ചില മെസ്സേജ് അയക്കോ? അതിങ്ങനെ എഴുതിയിട്ടാണോ അയക്കുക? കൈ കൊണ്ട് എഴുതുക ചെയ്യാ? വോയിസ് മെസ്സേജ് ഒക്കെ. വോയിസ് മെസ്സേജ് എഴുതിയിട്ടാണോ അയക്കുക? ശബ്ദമായിട്ടാണോ അയക്കുക? ശബ്ദമായിട്ട്. അപ്പോ എഴുത്ത് ഇങ്ങനെ കാലാനുസൃതമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മണലിൽ എഴുതിയിട്ട് ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ചിലർ ആ എഴുത്തിൻ്റെ തുടക്കം അരിയിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ സ്ലേറ്റിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ പെൻസിലുകൊണ്ട് എഴുതിയിട്ടുണ്ട്, പിന്നെ പെന്നോണ്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടും എഴുതും? വിരലുകൊണ്ടും എഴുതും. കാലം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റമൊക്കെ നിങ്ങൾ അറിയാറുണ്ടോ സ്കൂളിൽ? നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ഇങ്ങനെ വല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? പഠിപ്പിക്കണേലോ, ടീച്ചർ പഠിപ്പിക്കണേലോ, നിങ്ങൾ പഠിക്കണേലോ? ടീച്ചർമാർ പ്രൊജക്ട് ഉപയോഗിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ അടുത്ത കാലത്ത് പ്രൊജക്ടർ ഉപയോഗിച്ച് നീ പഠിച്ചൊരു കാര്യം പറ. എന്താ ഇപ്പൊ സോഷ്യൽ സയൻസിൽ തന്നെ എർത്ത് പറഞ്ഞ ഒരു പാഠം ഉണ്ടായിരുന്നു. ഈ ഭൂമിയുടെ ഓരോ ഘടനയൊക്കെ ഇങ്ങനെ പ്രൊജക്ട് വെച്ച് കാണിച്ചു തന്നു. അപ്പൊ അതുകൊണ്ട് എന്താ നമുക്കുണ്ടായ ഗുണം? അപ്പം അതിൽ ഓരോ ഘടനയും കാണിച്ചു തന്ന് അതിൽ ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ കൂടുതൽ ഓർമ്മയിൽ നിൽക്കും. കാരണം ആ പിക്ചർ കണ്ട് അതിന്റെ പേജ്. അപ്പൊ ഏതൊക്കെയാ അത് ഓർമ്മയിൽ നിൽക്കണം? ഒന്ന് രണ്ട് ഘടന പറ. എന്തോ എർത്തിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ക്രസ്റ്റ്, അത് കഴിഞ്ഞിട്ടുള്ള മാൻഡില്, അത് കഴിഞ്ഞുള്ള നിങ്ങളുടെ ബാഗ് രഹിത ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഒന്നാം ക്ലാസ്സിൽ എന്താ പ്രശ്നം? അത് കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് കുറെ പുസ്തകങ്ങളുടെ ഭാരം ലഘൂകരിച്ചു കൊണ്ടിട്ട് അവരുടെ മിക്ക പുസ്തകങ്ങളും നമ്മളുടെ സ്കൂളിൽ അലമാരി തന്നെ വെച്ച് 3-in-1 നോട്ട്ബുക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ പെന്നും പെൻസിൽ അങ്ങനെ ഒരു നോട്ട്ബുക്കും ഒരു പെൻസില് ആ ഒരു രീതിയിലുള്ളൊരു അതാണ് ബാഗ് രഹിത. സ്കൂളിലേക്ക് വരിക എന്തുകൊണ്ടാ വരിക? ഒന്നുമില്ല, അവര് ബാഗ് എടുക്കും, പക്ഷെ നമ്മളുടെ പുസ്തകം ലഘൂകരിക്കുന്നതിനാണ് നമ്മൾ അതിന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ബാഗ് രഹിതല്ല എങ്കിലും പുസ്തകങ്ങളുടെ ഭാരം കനം കുറഞ്ഞ ബാഗ്, അങ്ങനെ ഒരു പദ്ധതി. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ആയാ പറ്റുമോ വലിയ ക്ലാസ്സിലും? ഞങ്ങൾക്ക് അങ്ങനെ പുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. ആയിക്കോട്ടെ, അതിനെന്താ? കുഞ്ഞു കുട്ടികൾക്ക് ഭാരം കുറച്ച് പാടല്ലേ? നിങ്ങളിപ്പോ വലിയ ആൾക്കാരല്ല. അല്ല, വലിയ ആൾക്കാരല്ല, നമുക്ക് എന്നാലും താങ്ങാൻ പറ്റുമല്ലോ. കുറച്ചും കൂടി താങ്ങാം. കുഞ്ഞു കുട്ടികളെക്കാളും കുറച്ചും കൂടി താങ്ങാം. മോനെന്തോ പറഞ്ഞല്ലോ, എന്നുവെച്ചാ എന്താ വലിയ കുട്ടികൾക്കാണെങ്കിൽ ഹോംവർക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് ഈ ടെസ്റ്റ് ഒക്കെ നോക്കി തന്നെയാണ് പല ഹോംവർക്ക് മനസ്സിലാക്കിയത്. നമുക്ക് വീട്ടിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ സ്കൂളിൽ വെച്ചു എന്ന് വിചാരിക്കാം. നമുക്ക് വീട്ടിൽ നിന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കാണാൻ പറ്റുമോ? സമഗ്രയിൽ എന്താ ഉള്ളത്? അതില് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സമഗ്രയിലെ ടെക്സ്റ്റ് ബുക്ക്? അതെങ്ങനെയാ? നിങ്ങൾ ഇപ്പൊ സമഗ്രയിലെ ഒരു ടെക്സ്റ്റ് ബുക്ക് വേണം, നിന്റെ അടുത്ത് ഒരു കമ്പ്യൂട്ടർ ഞാൻ തന്നു, എങ്ങനെയാ അത് എടുത്തു തരാം എനിക്ക്? നമ്മൾ ആദ്യം നമ്മുടെ ക്ലാസ് എടുക്കും, പിന്നെ ആദ്യം സമഗ്ര എടുക്കും, എന്നിട്ട് നമ്മള് ക്ലാസ് എടുക്കും, എന്നിട്ട് അപ്പൊ അത് കുറച്ച് ഓപ്പൺ ആവും. എന്നിട്ട് നമ്മൾ ആദ്യം സബ്ജക്റ്റും കൊടുക്കണം, ക്ലാസ്സും കൊടുക്കണം, പിന്നെ ഒന്നുകൂടി കൊടുക്കണം. ഒരു സൂചന തരാം. ഒന്നുകൂടി മീഡിയം ഏതാണ്? മലയാളം മീഡിയം. അപ്പം അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇംഗ്ലീഷിന്റെ പുസ്തകം മലയാളത്തിന്റെ പുസ്തകം ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ? തരുള്ളൂ. അപ്പൊ പുസ്തകം നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താവാം? ബാഗ് രഹിതമാവാം. ബാഗ് രഹിതമല്ല, വെയിറ്റ്ലെസ്. ഓക്കെ. നിങ്ങളുടെ അസംബ്ലി 5 ഭാഷകളിലാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്ന ഭാഷകൾ ഏതാണ്? ഈ 5ാം ഭാഷ അല്ലെങ്കിൽ 4ാം ഭാഷ, 5ാം ഭാഷ ഏതാണ്? അറബിക്, പിന്നെ സംസ്കൃതം. പിന്നെ ആദ്യത്തെ 3 പിന്നെ പറയേണ്ടതില്ലല്ലോ എന്നാണ്. അതിനാണോ? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. സംസ്കൃതത്തിലെ അസംബ്ലി ഉണ്ട്. എല്ലാവർക്കും മനസ്സിലാവുമോ? ആരാ സംസ്കൃതം ലീഡ് ചെയ്യണ? സുപ്രഭാതം.
अद्यतन संस्कृत सभायां सर्वेषां स्वागतम्। सावधानः, अटेन्शन, विश्रामः, स्टांड एट ईज। सावधानः, अटेन्शन, प्रार्थന. ഓക്കെ, മനസ്സിലായി മോളെ. പിന്നെ സുഭാഷിതം. സുപ്രഭാതം, സുഭാഷിതം. ഹസ്തസ്യ ഭൂഷണം ദാനം, സത്യം കണ്ഠസ്യ ഭൂഷണം, ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, കിമന്യൈർഭൂഷണാധിഭിഃ. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. കാരണം അതൊരു വലിയൊരു കാര്യമാണ്. കാരണം എല്ലാ കാര്യത്തിനും വൈവിധ്യം എന്നുള്ളത് എന്താണ്, അതിനൊരു പ്രത്യേക തലമുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ അറബിക്ക് കേൾക്കാൻ അറിയോ? ചെയ്യാൻ കഴിയോ? ഓ, എന്നാ അതുകൂടി ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആരാ അറബിക്കിന്റെ ആളാരാ? മോളെ പേരെന്താ? അമാന. അമാന. സ്വബാഹുൽ ഖൈർ ജമീഅ. ഇൻതബിഹ്, അറ്റൻഷൻ, ഇസ്തരിഹ്, സ്റ്റാൻഡ് അറ്റ് ഈസ്. ഇൻതബിഹ്, അറ്റൻഷൻ, അദ്ദുആ. പ്രാർത്ഥനയുണ്ട്. അതാ ന്യൂ വേർഡ്സ്. ലഫ്ലുൽ യൗമിയ. പിന്നെ ഈ 5 ഭാഷയിൽ അസംബ്ലി നടത്തുക മാത്രമല്ല, അതോടുകൂടി ആ ഭാഷയിലുള്ള ഒരു പരിജ്ഞാനം നമ്മുടെ മറ്റു കുട്ടികൾക്ക് നൽകാനും നിങ്ങൾ ശ്രമിക്കുന്നു. അതല്ലേ അതിൻ്റെ അർത്ഥം? നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ചിന്തകൾ തന്നെയാണ് വേണ്ടത്. ഇനി അടുത്തൊരു കാര്യം, നിങ്ങൾ മികച്ച വായനക്കാർക്ക് ലൈബ്രറി അവാർഡ് നൽകുന്നു. ഈ അവാർഡ് നൽകണമെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പൊക്കെ വേണ്ടേ? അപ്പോൾ നിങ്ങളിവിടെ എത്തിയതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടല്ലേ? എങ്ങനെയാണ് ഇങ്ങനെ ഈ മികച്ച വായനക്കാരെ നിങ്ങൾ കണ്ടെത്തുന്നത്? ഓരോ കുട്ടി പുസ്തകം എടുക്കുന്നില്ലേ, അപ്പം ആ കുട്ടി പുസ്തകം എടുക്കുന്നതിൻ്റെ വായനാക്കുറിപ്പും മറ്റും എഴുതി ടീച്ചറിനെ ഏൽപ്പിക്കുന്നു. ഇപ്പം ആനുവൽ ഡേയും മാസാവസാനവും അസംബ്ലിയിലും ഏറ്റവും നല്ല വായനക്കുറിപ്പ് എഴുതിയ ആളെയും ഏറ്റവും കൂടുതൽ പുസ്തകം എടുത്ത ആൾക്കും ഈ ലൈബ്രറി അവാർഡ് നൽകുന്നു. ഏറ്റവും കൂടുതൽ പുസ്തകം എടുത്തതാണ് അപ്പോൾ മാനദണ്ഡം. ഏറ്റവും കൂടുതൽ പുസ്തകം എടുത്ത ആളും ഏറ്റവും കൂടുതൽ വായനക്കുറിപ്പ് തയ്യാറാക്കിയത്. ഓക്കെ, അപ്പോൾ അത് നോക്കി. കുറിപ്പ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ആ പുസ്തകം വായിച്ചിട്ട് അതിന്റെ ആസ്പദമാക്കിയ ചിത്രങ്ങളോ കവിതകളോ കഥകളോ ഒക്കെ എഴുതി നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളതും ഏറ്റവും മികച്ചതുമായിട്ടുള്ള കൂടുതലും എഴുതിയിട്ടുള്ളതും മികച്ചതുമായിട്ടുള്ള കുട്ടിക്ക് ലൈബ്രറി അവാർഡ് കൊടുക്കും. അവിടെ റോളർ സ്കേറ്റിംഗ് പരിശീലനം, ചെസ് പരിശീലനം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചെസ് പരിശീലനം കിട്ടിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ചെസ് കളിക്കാൻ അറിയും? അറിയാം. ഞങ്ങളുടെ സ്കൂളിൽ ഒരാൾക്ക് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പരിശീലനം കൊടുക്കുന്നതിൽ ഒരാൾക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതിലുപയോഗിക്കുന്ന ഈ കരുക്കളുടെ പേരൊക്കെ അറിയാമല്ലോ അല്ലേ? അത് കൃത്യമായിട്ട് അറിയാം. ഓരോന്ന് എങ്ങനെ മൂവ് ചെയ്യാന്നൊക്കെ അറിയാം. എങ്ങനെ കളി അവസാനിക്കുക, എപ്പോഴാണ് കളി അവസാനിക്കുക? കിങ്ങിനെ ചെക്ക്മേറ്റ് ആക്കുമ്പോഴാണ് കളി അവസാനിക്കുന്നത്. എപ്പോഴാണ് സ്റ്റെയിൽമെറ്റ് ആവുക? കിങ് ഇപ്പൊ നിൽക്കുന്ന കോളത്തിൽ ചെക്കല്ല, കിങ്ങിന് മൂവ് അടുത്ത നമ്മുടെ മൂവ്. കിങ് മൂവിന്ന് ഏത് കോളത്തിൽ പോയാലും ചെക്കാണെങ്കിൽ അത് സ്റ്റെയിൽമേറ്റ് ആണ്. കളി ഡ്രോയിൽ അവസാനിക്കും. അതാണ് ഡ്രോയുടെ ഒരു കാര്യം. ഓക്കെ, ചെസ് കളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കൂടുതൽ ഗുണം തോന്നിയിട്ടുണ്ടോ? അത് ചെസ് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും കാര്യത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നമുക്കൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? അതെ, നമുക്ക് ബുദ്ധി വളരെയധികം വർദ്ധിക്കും. മാച്ച് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിട്ട് തോന്നും. വെറുതെ പറയുമല്ലോ, നമ്മുടെ ബുദ്ധി കൂടുതലായിട്ട് ഉപയോഗിക്കും. നമ്മുടെ ബുദ്ധി വളരെ അധികം വർദ്ധിക്കും. കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. അതെ, ഒരു കാര്യത്തിൽ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ എന്തോ ചെയ്യണം എന്നുള്ളൊരു അത് വരും. നമ്മളിപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഡിസിഷൻ മേക്കിംഗ്. വെരി ഗുഡ്. അത് തന്നെ, തീരുമാനം എടുക്കുക. കാരണം നമ്മൾ തീരുമാനം തെറ്റിക്കഴിഞ്ഞാൽ എന്തായി? കളി നാം തോറ്റുപോകും. ഓക്കെ, അപ്പോൾ തീരുമാനം എടുക്കാനുള്ള ഒരു ശേഷി കൂടി നമുക്ക് കിട്ടും. അപ്പം പട്ടത്താനം സ്കൂളുകാർ എനിക്ക് ഇഷ്ടപ്പെട്ട എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇങ്ങനെ 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ അല്ലേ കുട്ടികളെ കൊണ്ടുവന്നു. ഒരു 1ാം ക്ലാസ്സുകാരിയെയും 4ാം ക്ലാസ്സുകാരനെയും പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. പിന്നെ നിങ്ങൾ വായനയ്ക്ക് കൊടുക്കുന്ന ഒരു ഊന്നൽ അത് വളരെ ഇഷ്ടപ്പെട്ടു. അത് പഠന സംബന്ധമാവട്ടെ, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവട്ടെ വായനയിലൂടെ. നിങ്ങൾ ഈ തൊഴിൽ പരിശീലനം കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അതെന്താ സംഭവം? അമ്മ മനസ്സെന്ന് പറയുന്നത് നമ്മളുടെ മാതൃസമിതിയുടെ പേരാണ്. ആ മാതൃസമിതി അംഗങ്ങൾക്ക് പലർക്കും ജോലിയില്ലാത്ത ആൾക്കാരുണ്ട്. ഓരോരുത്തരും അവരുടെ കുറേ അധികം സമയം നമ്മുടെ സ്കൂളിൽ ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം പ്രയോജനപ്രദമാക്കാനും അവരെ കൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യിച്ചെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് പ്രമാണിച്ച് സ്റ്റാർ മേക്കിംഗ്
അതിന്റെ ഒരു വിപണിയും നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ ജുവലറി മേക്കിംഗ് ഉണ്ട്. അതെങ്ങനെ വിപണി ഉറപ്പുവരുത്തണം? ഇത്തരം തൊഴിൽ പരിശീലനങ്ങൾക്കൊക്കെ ഉള്ള നമ്മുടെ ഇൻഫോർമൽ ആയിട്ട് നടത്തുന്ന നമ്മുടെ സ്റ്റാർ മേക്കിംഗ് എന്ന് പറയുന്ന കുട്ടികളും അധ്യാപകരും ഈ മാതൃസമിതി അംഗങ്ങളും ചേർന്നാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്ത് നമ്മൾ കുറേ അധികം സാധനങ്ങൾ നമ്മൾ അവധി ദിവസങ്ങളിൽ സൺഡേസിലാണ് കൂടുതലും ഇത് വരുന്നത്. ആ ദിവസങ്ങളിൽ ഉണ്ടാക്കി വെച്ചിരുന്ന സ്റ്റാർ നമ്മൾ ക്രിസ്മസ് വിപണിയായിട്ട് സ്കൂളിൽ തന്നെ, സ്കൂളിന്റെ ഫ്രണ്ടിൽ എല്ലാ ദിവസവും കുറേ അധികം പേരൻസ് നമ്മളുടെ കുട്ടികളെ വിളിക്കാൻ വരുന്നുണ്ട്. പരിശീലകരെ എങ്ങനെ കിട്ടുക? അവർക്ക് നമ്മൾ പൈസ കൊടുക്കണം? ഇല്ല, നമ്മുടെ സ്കൂളിൽ ഇതിന് നല്ല കഴിവുള്ള അധ്യാപകരുണ്ട്. അപ്പം ആ അധ്യാപകരെ കൊണ്ട് തന്നെയാണ് നമ്മളത് പരിശീലിപ്പിച്ചത്. ആ പരിശീലനം നമ്മുടെ ബാക്കിയുള്ള അധ്യാപകർക്കും കിട്ടി, ഒരുപാട് രക്ഷകർത്താക്കൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ലഭ്യമായി. വിറ്റ കാശൊക്കെ അമ്മമാർക്ക് തന്നെയാണോ പോകുന്നത്? അതിന്റെ സാന്ത്വനം എന്ന് പറഞ്ഞ പാലിയേറ്റീവ് കെയർ ഉണ്ട് നമ്മൾക്ക് സ്കൂളിൽ. ആ പാലിയേറ്റീവ് കെയറിലേക്കാണ് ആ ഫണ്ട് കൊടുക്കുന്നത്. പിന്നെ പാരൻസിന് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ചെലവാവുകയും അതിന്റെ ഒരു നിശ്ചിത ലാഭം നമ്മൾ കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലല്ലേ അവരുടെ തൊഴിൽ നൈപുണി നേടിയത് കൊണ്ടുള്ള ഫലം ഉണ്ടാവുള്ളൂ. പിന്നെ DTP പഠിപ്പിച്ചിട്ടുണ്ട്. DTPക്ക് കോഴ്സ് ചെയ്തു. കുറെ 50ഓളം പേര് എഴുതിയതിൽ 38 പേര് ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്. അതിന്റെ കഴിഞ്ഞ ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെ സ്കൂൾ ഒരു അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്ന സ്കൂളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാടൊന്നാകെ ഇറങ്ങിയതിന്റെ അടിസ്ഥാനത്താണ് അടച്ചുപൂട്ടലറിഞ്ഞ കുട്ടികൾ എത്രയായി കുറഞ്ഞു? ഒരു 100-ന് ആ ഒരു റേഞ്ച്, 120 റേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ എത്രയായി? ഇപ്പൊ 1200-നകത്തുണ്ട്. അപ്പം നാടിന്റെ എത്ര വർഷം കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു 10 വർഷം സാർ? 10 വർഷം കൊണ്ടാണ് ഈ അച്ചീവ്മെന്റ് ആ നിലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ ഉണ്ടായിരുന്ന PTA നല്ല സ്ട്രോങ് ആയിട്ട് അധ്യാപകരോടൊപ്പം നിന്ന് ഒരുമിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ രക്ഷകർത്താക്കളും പുറമേയുള്ള നാട്ടുകാർ വലിയ സപ്പോർട്ടാണ് നമുക്ക്. സ്കൂളിന് എപ്പോഴും ഒരു തൊഴിൽ പരിശീലനം എന്നൊക്കെ ഉള്ളത് സ്കൂളിന്റെ ആശയമാണോ അതോ രക്ഷിതാക്കളുടെ ആശയമാണോ? എങ്ങനെ ആശയം? PTA-യുടെ ആശയം തന്നെയാണ്. PTA-യുടെ ആശയം സ്കൂൾ ഏറ്റെടുത്ത് ഇത് കുട്ടികളിലേക്ക് നമ്മൾ എങ്ങനെയാ ഈ ഒരു സംസ്കാരം, ഈ തൊഴിലെടുക്കുന്ന ഒരു സംസ്കാരം കുട്ടികളിലേക്ക് കൈമാറാൻ നിങ്ങളുടെ അടുത്ത് എന്താ? പരിശീലനങ്ങളെല്ലാം തന്നെ കുട്ടികളുടെ സാന്നിധ്യം വരുത്തിയിട്ടുണ്ട്. ഈ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ക്രിസ്മസ് സ്റ്റാർ വിപണിയിലും പരിശീലനത്തിലെല്ലാം നമ്മുടെ മക്കൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ രക്ഷാകർത്താക്കളോട് അവരും പഠിച്ചിട്ടുണ്ട്. അപ്പം പട്ടത്താനത്തു നിന്ന് വന്ന കുട്ടികൾ നിങ്ങളുടെ 5 ഭാഷകളിലെ അസംബ്ലി വളരെ രസകരമായിട്ട് തോന്നി. പിന്നെ നിങ്ങൾ വായനയ്ക്ക് കൊടുക്കുന്ന ഊന്നൽ, അതിലും വളരെ സന്തോഷം. പഠനത്തിന് ഉപകാരപ്രദമാകട്ടെ നിങ്ങളുടെ വായന എന്ന് ആശംസിക്കുന്നു. പിന്നെ PTA-യുടെ സപ്പോർട്ടോടുകൂടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് കുട്ടികൾ വളരെയധികം കൂടിയെന്നും നടത്തിക്കൊണ്ടു പോകുന്ന നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടെ നടത്തുന്ന ഒരു സ്കൂളെന്നുള്ള നിലയിൽ വളരെയധികം അഭിനന്ദനങ്ങൾ നിങ്ങൾ അർഹിക്കുന്നു. എല്ലാവിധ ആശംസകളും. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന കുട്ടികൾ, അവർക്ക് ദിശാബോധം പകർന്നേകുന്ന അധ്യാപകരും രക്ഷിതാക്കളും, അങ്ങനെ പൊതുസമൂഹത്തിനാകെ മാതൃകയാകുന്ന ഒരു വിദ്യാലയം. ആ വിദ്യാലയവുമായുള്ള ഈ ഒരു സംവാദം അവസാനിക്കുമ്പോൾ അവർക്ക് എത്ര സ്കോർ ലഭിച്ചുവെന്ന് നമുക്ക് നോക്കാം. 84. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെഞ്ഞാടമ്പൂരിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ ഹരിത വിദ്യാലയം സീസൺ 4 റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. നല്ല പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് നല്ല സ്കോർ കിട്ടുമെന്നാണ് പ്രതീക്ഷ.